ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വെള്ളച്ചാട്ടം നമ്മുടെ കൊച്ചിയിലും വന്നിട്ടുണ്ട്. കൂടുതലും ഗൾഫ് കൺട്രീസിലും കാര്യങ്ങളുള്ള. അപ്പോൾ അത് വന്ന സ്ഥിതിക്ക് നമ്മളത് കാണാൻ പോകണമല്ലോ. അപ്പം മിസ്സാക്കാൻ പാടില്ല. അങ്ങനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ അവിടെ ചെല്ലുക. 150 രൂപയാണ് അതൊക്കെ ടിക്കറ്റ് ഫീസ് വരുന്നത്. അങ്ങനെ അതൊക്കെ എടുത്ത് ഉള്ളിൽ കയറുക. ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ ഒരു പൂന്തോട്ടം. ആ ഒരു 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 ആ ഒരു സംഭവമാണ്. കുറേ വണ്ട്, ഞണ്ട്, തേള് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തുമ്പി, തേനീച്ച അങ്ങനെ അതിൻ്റെ കുറേ രൂപങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇറങ്ങുന്നതാണ് വെള്ളച്ചാട്ടം. ഫസ്റ്റ് തന്നെ എന്താ പറയുക, കുറേ ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ കുട്ടികൾക്കായിട്ട് ഭയങ്കര, അവർക്ക് ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈമാണല്ലോ, അപ്പോൾ അതിനെ പറ്റി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ടോ. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പേസ് ഉണ്ടാവും. പിന്നെ ഇവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. വെള്ളത്തിൽ കളിക്കുന്നവർക്ക് വെള്ളത്തിൽ കളിക്കാം, നനയേണ്ടവർക്ക് നനയണം, അങ്ങനെ എന്ത് വേണേലും ആവാം കേട്ടോ. അവിടെ കുറേ കുട്ടികളൊക്കെ അവിടെ കിടന്ന് തിമിർത്ത് മറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ നമുക്ക് DJ പോലെ കയറി ഡാൻസ് കളിക്കാം, ആടാം പാടാം, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറേ കടകളും ഷോപ്പും കാര്യങ്ങളായിട്ട്. പക്ഷേ കടകളൊന്നും അധികം ഇല്ല. കൂടുതലും വാട്ടർഫോളിന് വേണ്ടിയിട്ട് ഈ സ്പേസ് സ്കൂളിനടുത്ത് കാരണം കടകളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് കുറേ റൈഡും കാര്യങ്ങളും അങ്ങനെയാണ് കേട്ടോ. റൈഡാണേലും കുറേ ഉള്ളതായിട്ടൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ കൂടെ വന്നവർക്ക് ഭയങ്കര ധൈര്യമായതുകൊണ്ട് നമ്മളൊന്നിലും കയറാൻ നിന്നില്ല. എല്ലാം കണ്ണുകൊണ്ട് ആസ്വദിക്കാനേ നോക്കിയുള്ളൂ. പിന്നെ അതൊക്കെ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെയാണെങ്കിൽ ഒരു പെരുന്നാളിനുള്ള ആളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നോക്കി നിന്ന് നമ്മൾ ഫുഡ് കഴിച്ച് വേറൊന്നും നല്ല മന്തി, കുറേ ദിവസമായി മന്തി കഴിക്കാനുള്ള ഭയങ്കരമായ ത്വരയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കൂട്ടി കഴിച്ച് വയറൊക്കെ നിറച്ച് സന്തോഷമായിട്ട് പിന്നെ നമ്മൾ നേരെ വീഡിയോ ഇട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ ടാറ്റാ.